ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു റിപ്പീറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ടെൻഷൻ ആയിരിക്കും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളതായിരിക്കും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്. അപ്പോൾ കറന്റ് എല്ലാവരുടെയും മനസ്സിൽ സൈലത്തിൽ പോകണോ, ബ്രില്യൻറ്റിൽ പോകണോ, എഡ്യൂക്കോട്ടിൽ പോകണോ, മെയിൻലി ഈ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും മനസ്സിൽ വരുന്നത്. പക്ഷെ നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ സൈലം ആൻഡ് ബ്രില്യൻ. കാരണം എനിക്ക് അതിന് രണ്ടിനെ കുറിച്ച് അറിയാവും. എനിക്ക് എഡ്യൂക്കോട്ടിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല. ഞാൻ ഓൾമോസ്റ്റ് കൂടുതൽ സൈലത്തിലാണ് പഠിച്ചത്, എങ്കിലും ബ്രില്യൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് 1 year റിപ്പീറ്റ് ഓഫ് പ്രോഗ്രാം ഓൺലൈൻ ഡിഫറൻസ് ആണ് പറയുന്നത്. ഓഫ്ലൈനും ഇതേപോലെ ആയിരിക്കും, രണ്ടും സിമിലാരിറ്റി ഉണ്ട്. എടാ, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ അതിലൊരു 10% മാത്രമേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിൽ വരുന്നുള്ളൂ. ബാക്കി 90% നമ്മളായിട്ട് എഫേർട്ട് ഇടേണ്ടതാണ്. സോ നമ്മൾ ആ 10%ത്തിൽ എങ്ങനെ ഏറ്റവും മികച്ചത് കണ്ടെത്താനാണ് നോക്കുന്നത്. ബാക്കി 90% നിങ്ങൾ നിങ്ങളേതായ ഹാർഡ് വർക്ക് കൊണ്ട് എഫേർട്ട് ഇട്ട് നേടേണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ ക്ലാസ്സസിനെ കുറിച്ച് പറയാം. 2 ക്ലാസ്സസും ഓൾമോസ്റ്റ് ഗുഡ് ആണ്. ബ്രില്യൻറ്റിലേതായാലും സൈലത്തിലേതായാലും രണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ ഇനി നമ്മൾ കുട്ടികളുടെ ലെവൽ അനുസരിച്ചാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഒന്നാമത്തത്, നിങ്ങൾ ഒരു +1 +2 ഒക്കെ അത്യാവശ്യം ഇപ്പോൾ ജെഇക്കാണെങ്കിൽ +1 +2 ഒക്കെ അത്യാവശ്യം ജെഇ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ നല്ല അഡ്വാൻസ് ലെവലിലൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ബ്രില്യൻറ്റ് കിട്ടി കൂടെ ഒരു അഡ്വാൻസ് രീതിയിലാണ് ക്ലാസ് പോകുന്നത്. അതേ പക്ഷം നിങ്ങൾക്ക് ഒന്നും ഈ എൻട്രൻസിനെ കുറിച്ച് ഒരു ഇതുമില്ല, ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, ഒരു ബേസും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സൈലം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൈലത്തിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും അതിൻ്റെ ബേസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും അറിഞ്ഞൂടാത്തവരെ അത്ര നന്നായി അവർ കെയർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ രണ്ടിൻ്റെ ക്ലാസ്സസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിരുന്നു. ബ്രില്യൻറ്റിലും ഉണ്ട്, എങ്കിലും ബ്രില്യൻറ്റിൽ 2 രീതിയിലുള്ള ക്ലാസ്സസ് ഉണ്ട്. ബ്രില്യൻറ്റിൽ അഡ്വാൻസ് ക്ലാസ്സസും ഉണ്ട്, മെയിൻസ് ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം പഠിച്ച് തീർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലാസ് ചെയ്യും, അല്ലെങ്കിൽ മെയിൻസ് ക്ലാസ് ഇരിക്കാവുന്നതാണ്. അടുത്തത് ഫാക്കൽറ്റീസ്. രണ്ടാമത് ഫാക്കൽറ്റീസിനെ കുറിച്ച് പറഞ്ഞുതരാം. ബ്രില്യൻറ്റിൽ എനിക്ക് തോന്നുന്നു സൈലത്തിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഫാക്കൽറ്റീസ് എല്ലാം അത്യാവശ്യം നല്ല ഫണ്ണിയാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ബോർനെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. സോ നിങ്ങൾക്ക് ഒരു എൻജോയോടെ പഠിക്കാൻ സൈലം ഇസ് ബെറ്റർ. ബ്രില്യൻറ്റിലായാലും ഓക്കെയാണ്, പക്ഷെ ബ്രില്യൻറ്റിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ അവർ വലിയ ഇതുമില്ല, അവർ നേരെ വാ നേരെ പോകും, ആ ഒരു മൈൻഡ് സെറ്റിൽ നല്ല ക്ലാസ്സസ് ആയിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നതാണ്. മൂന്നാമത്തെ ഫാക്ടർ, ഫീസ് രണ്ടിടത്തും ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൺലൈനാണ്. മെറ്റീരിയൽ ആയാലും കമ്പയറബിൾ ആണ് രണ്ടിടത്തും, അതിലൊന്നും വേറെ ഡിഫറൻസ് ഒന്നും പറയാനില്ല. രണ്ടിടത്തെ മെറ്റീരിയൽ ബോത്ത് ആർ ഗുഡ്. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, എക്സാം. ഇതിൽ ബഹുദൂരം പിന്നിലാണ് സൈലം, പറയാതിരിക്കാൻ വയ്യ. ഞാൻ മെജോറിറ്റി നാളും സൈലത്തിൽ പഠിച്ച ഒരാളാണ്. സോ ഞാൻ പറയാം, എക്സാം. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എക്സാംസ്. സൈലത്തിൽ വേണമെങ്കിൽ ഒരു ഫുൾ മോക്കെന്ന് പറയാൻ തരുന്നില്ലെന്ന് തന്നെ പറയാം, തരുന്നുണ്ട്. ഒരു എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ വല്ലതും തരും, അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോടാ. ഇപ്പം തന്നെ സൈലത്തിലെ സംഭവം എന്ന് പറഞ്ഞാൽ എക്സാംസിൻ്റെ കാര്യം പറയാം. സൈലത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചത്തെ പഠിപ്പിച്ചിട്ട് ആ ആഴ്ചത്തെ ഒരു എക്സാം കാണും, അടുത്ത ആഴ്ച പഠിപ്പിക്കുന്നതിൻ്റെ എക്സാം കാണും, അതിൻ്റെ അടുത്ത ആഴ്ച പഠിപ്പിക്കുന്നതിൻ്റെ എക്സാം കാണും. ഒരു 1, 2, 3 ചാപ്റ്റർ, 19 ചാപ്റ്റർ പഠിച്ച് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ 3, 4 ചാപ്റ്റർ വെച്ച് മാത്രം എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഫുൾ മോക്ക് സൈലത്തിൽ തീരെ കുറവാണ്. അതേപക്ഷെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അവരുടെ എക്സാം സിസ്റ്റമാണ്. അവർ ഇപ്പോൾ ജെഇ തന്നെ ജനുവരിയിലത്തെ ഫസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ ഇത് എക്സാമിന് 1 month മുന്നേ അവർ പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് 1 month ഫുൾ അവർക്ക് മോഡൽ എക്സാംസ് ആണ്, ഫുൾ മോക്ക് മോഡൽ എക്സാംസ്. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് നമ്മൾ എത്ര പഠിച്ചു തീർന്നില്ലാവുന്നില്ല. നമ്മൾ മാത്സ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര മാക്സിമം എക്സാംസ് എഴുതുക, അത് റിവൈസ് ചെയ്യുക, ഇതാണ് ഉള്ള കാര്യം. പക്ഷേ സൈലത്തിൽ വളരെ കുറവാണ്. ഫസ്റ്റ് സെക്ഷനിലൊന്നും എക്സാംസ് കിട്ടിയിട്ടേ ഇല്ല. ഏപ്രിൽ സെക്കൻഡ് സെക്ഷനിൽ ഒരു 10 days മുന്നെയൊക്കെ എക്സാം കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാംസ് ബ്രില്യൻ്റാണ്, ബെറ്റർ എക്സാംസ്. അവർ ഓൾമോസ്റ്റ് 1 month മുന്നേ ഒരുപാട് എക്സാംസ് തരും, അതിൻ്റെ സൊല്യൂഷൻ തരും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബ്രില്യൻ്റ് ഈസ് ബെറ്റർ. അടുത്ത ഒരു കാര്യം പറയാനുള്ള കുറച്ച് കുട്ടികളോടാണ്. ഈ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം എന്തെന്ന് പോലും അറിഞ്ഞിടാത്ത, ഒരു ബേസും ഇല്ലാത്ത കുറച്ച് കുട്ടികൾക്കാണ് റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അവർ ബ്രില്യൻറ്റിൽ പോകുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം അവിടെ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അവിടെ എല്ലാം +1 +2 അവരെ കൂടെ പഠിച്ച് ചെറിയ ഡിഫറൻസിനൊക്കെ അഡ്മിഷൻ കിട്ടാതെ പോയവരാണ് മെജോറിറ്റി ഇരിക്കുന്നത്. സോ അവർ ആ ഒരു ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് സൈലമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് സൈലത്തിൽ നിന്ന് ക്ലാസ് കൂടുതൽ പഠിച്ചിട്ട് പോർഷൻസ് എല്ലാം തീർത്തിട്ട് എക്സാംസിന് വേണ്ടി മാത്രം വേറൊരു പ്ലാറ്റ്ഫോം കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ സൈലത്തിൽ ഓൾമോസ്റ്റ് ബേസ് തൊട്ട് എല്ലാ കാര്യങ്ങളും വന്ന് അതെല്ലാം പക്കയാണ്, നല്ല അടിപൊളി ക്ലാസ്സാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് സൈലമാവും കൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ പോയിട്ട് ഒരു 1 year തന്നെ വേസ്റ്റായി പോകാനുള്ള സാധ്യതകളുണ്ട്. എനിക്കറിയുന്ന കുറേ പേരുണ്ട് ഇങ്ങനെ ഒരു ബേസും ഇല്ലാതെ ബ്രില്യൻറ്റിലൊക്കെ പോയി ഒന്നും മനസ്സിലാവാതെ എല്ലാം നിർത്തി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്നത്. സോ നിങ്ങളെല്ലാം നോക്കിക്കണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക. എല്ലാം നിങ്ങളുടെ ഇതിലാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്താൽ നമ്മളിടുന്ന എഫേർട്ടിലാണ് ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക. സോ നോക്കിക്കണ്ട് ചൂസ് ചെയ്യുക. ഇത്രയുള്ള പിന്നെ നിങ്ങളെ കൂട്ടുകാർ ഇതേപോലെയൊക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അതൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലോട്ടൊക്കെ എത്തട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.